പ്രിയപ്പെട്ട വി എസ് സുനിൽകുമാറാണ്. അദ്ദേഹം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, മുൻ മന്ത്രി എന്നുള്ള നിലയിൽ സാംസ്കാരിക രംഗത്തും കാർഷിക രംഗത്തുമൊക്കെ നിരന്തരമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന, വളരെ സജീവമായിട്ട് ജനകീയ തലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഉത്തരവാദിത്വ ബോധമുള്ള, ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ തൃശ്ശൂരിൽ ഇത്തരമൊരു വേദിയിൽ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ തിരക്കുള്ളപ്പോഴും സെക്കുലർ ഫോറത്തിൻ്റെ ശുഷ്കിച്ച സദസ്സിലും വന്ന് അദ്ദേഹം സംസാരിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എഴുത്തുകാരൻ, നോവലിസ്റ്റ്, കഥാകൃത്ത്, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനൊക്കെ ആയിട്ടുള്ള അശോകൻ ചെരുവിലാണ്. അദ്ദേഹം 10 മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന് ഇന്ന് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റിനകത്ത് അദ്ദേഹം വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് വളരെ എല്ലാവർക്കും സർവാദരണീയായിട്ടുള്ള ഗീതാ നസീറാണ്. തൃശ്ശൂരിലെ വേദികൾക്ക് വേണ്ടത്ര പരിചയം ഉണ്ടാവില്ല എല്ലാവർക്കും, പക്ഷേ ഇടയ്ക്കൊക്കെ തൃശ്ശൂരിൽ വന്ന് യുവകലാസാഹിതിയുടെയും വനിതാ കലാസാഹിതിയുടെയും ഒക്കെ തന്നെ മുൻനിര പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, അതിൻ്റെ രക്ഷാധികാരി എന്നുള്ള നിലയ്ക്ക്, കേരളത്തിലെ സ്ത്രീ സമത്വ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒക്കെ തന്നെ അവർ സുപരിചിതയാണ്. കേരളത്തിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ചരിത്ര പണ്ഡിതനും സാംസ്കാരിക വിമർശകനും ഒക്കെ ആയിട്ടുള്ള NE ബലറാമിൻ്റെ മകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവാണ്. ഞാൻ അവരെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൽ പിന്നെ സംസാരിക്കുന്നത് നമ്മുടെ യുക്തിവാദി സംഘത്തിൻ്റെ ഊർജ്ജസ്വലനായ ജനറൽ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്, പ്രിയപ്പെട്ട TK ശക്തിധരനാണ്. അദ്ദേഹം അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലിന് ഒക്കെ വേണ്ടി വളരെ ശക്തിയുക്തം പ്രവർത്തിക്കുകയും അതിൻ്റെയൊക്കെ ഫോളോ അപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ജനകീയനായിട്ടുള്ള യുക്തിവാദി സംഘം പ്രവർത്തകനാണ്. ഞാൻ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. VH തിരാർ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്, കവിയാണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹം ആദിവാസികൾക്കിടയിൽ വളരെ വിപുലമായ രീതിയിൽ വളരെ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വ്യക്തിത്വത്തിനുടമയാണ് തിരാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ കേരളവർമ്മ കോളേജിലെ മലയാളം അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടുള്ള ഫസീല തരകത്ത് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫസീല ഗ്രന്ഥകാരിയാണ്, രാഷ്ട്രീയ പ്രവർത്തകയാണ്, യുവജന സംഘത്തിൻ്റെ പ്രവർത്തകയാണ്. ഫസീലയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി പറയുന്നത് തൃശ്ശൂർക്കാർക്കെല്ലാം സുപരിചിതനായിട്ടുള്ള പൗരാവകാശ പ്രവർത്തകനും അതുപോലെ തന്നെ സിനിമാ നടനും ഒക്കെ ആയിട്ടുള്ള MC തൈക്കാടാണ്. MC തൈക്കാടിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, വളരെ ദൂരെ നിന്ന് ജില്ലകളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് വളരെ ത്യാഗോജ്വലമായിട്ട് സെക്കുലർ പ്രവർത്തനങ്ങൾ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായിട്ട് സർവാദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട VS സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു.